നമസ്കാരം. മ്യൂസിക് ദ ഫൈനസ്റ്റ് ഓഫ് ഫൈൻ ആർട്സ്. അമൂല്യമാം ഈശ്വരവരദാനമായ സംഗീതത്തെയും സംഗീതത്തിൻ്റെ അതുല്യമായ സാധ്യതകളെയും പറ്റി ഇന്ന് നമ്മോട് സംസാരിക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ ബിൻസ് സാർ ഉണ്ട്. സർ, വെൽക്കം ടു ദി ഷോ. നമസ്തേ. പണ്ഡിതനെയും പാവരനെയും പക്ഷി മൃഗാദികളെയും സർവ്വതിനെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിവുള്ള സംഗീതത്തിന് കാലം ഏറും തോറും പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ സംഗീതത്തെ പറ്റി നമുക്ക് സാറിനോട് കൂടുതൽ ചോദിച്ചറിയാം. സർ, വെൽ, നമുക്ക് സംഗീതത്തെ കുറച്ചുകൂടെ ഒന്ന് വൈഡായിട്ടുള്ള ഒരു തരത്തിലേക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് മ്യൂസിക് ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി യൂണിവേഴ്സൽ ലാംഗ്വേജ്. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെ സന്തോഷിപ്പിക്കുകയും അല്ലെങ്കിൽ ചിന്തിപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് സംഗീതം. അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ അതിപരമ്പുകളേ ഇല്ല. ഞാനതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ലോകകപ്പ് ഫുട്ബോൾ നടന്ന സമയം ഓർമ്മയുണ്ടല്ലോ. ഡു യു റിമെമ്പർ ദാറ്റ് സോങ് ഷാമിന മിന? അപ്പോൾ ആ ഒരു ഗാനം, ഒരൊറ്റ ഗാനം കേട്ടാൽ മതി നമ്മൾ ലോകകപ്പ് ഓർമ്മ വരും. അതിൽ നമ്മുടെ ഭാഷയോ അല്ലെങ്കിൽ മറ്റൊന്നും നോക്കിയിട്ടല്ല, ആ ലോകകപ്പിൻ്റെ ആവേശം മുഴുവൻ നമ്മിലേക്ക് എത്തിക്കാൻ ആ ഒരൊറ്റ ഗാനത്തിന് കഴിഞ്ഞു, അല്ലേ? ഇറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂസിക്. അതായത് നമ്മുടെ ഏത് തരത്തിലുള്ള ഇമോഷൻസിനും നമ്മോടൊപ്പം നിൽക്കാൻ സംഗീതം ഉണ്ടാവും. അത്രയും ഉത്കൃഷ്ടമാണ്, മഹത്വമാണ് സംഗീതം. സർ, സംഗീതം പഠിക്കുന്നതുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് അനേകം ഗുണങ്ങളുണ്ടാകും. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ ആണ് അവർക്ക് ആ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്താനാവുക? നമുക്ക് ആദ്യം മഹാദേവൻ, സംഗീതം പഠിക്കുമ്പോൾ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒരു ചെറുപ്പകാലം മുതലൊരു സംഗീതം അഭ്യസിക്കുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ അവൻ്റെ അക്കാഡമിക്സിൽ പോലും അവന് ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് കിട്ടും. കാരണം കോൺസെൻട്രേഷൻ ലെവൽ വളരെയേറെ കൂടും. പിന്നെ അവന് ഗ്രാസ്പിംഗ് പവർ കൂടുന്നു, മെമ്മറി കൂടുന്നു, പിന്നെ അവന് ക്രിയേറ്റിവിറ്റി കൂടുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ അവൻ്റെ ഒരു നല്ല ക്യാരക്ടർ ഫോർമേഷൻ വരെ സ്വാധീനം ചെലുത്താൻ സംഗീത പഠനം അവന് സഹായിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ കേംബ്രിഡ്ജ് പോലുള്ള യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പഠനത്തിൻ്റെ റിസൾട്ട് കുറേയധികം നാൾ മുമ്പ് ഞാൻ വായിക്കുകയുണ്ടായി. അതിൽ സംഗീതം പഠിക്കുന്ന കുട്ടികളിൽ IQ ലെവലുകളെല്ലാം വളരെയേറെ കൂടുതലായിരിക്കും സംഗീതം പഠിക്കാത്ത കുട്ടികളെക്കാൾ. അപ്പോൾ ആ ഒരൊറ്റ അത് വളരെ കാലം റിസർച്ച് നടത്തിയതിന് ശേഷം വന്നൊരു ഫലമാണ്. അപ്പം നമുക്ക് സംഗീതം പഠിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഗുണങ്ങൾക്ക് അപ്പുറം നല്ല വ്യക്തികളായി സമൂഹത്തിന് നല്ലൊരു വ്യക്തിയായി വളരാനുള്ള ഒരു വലിയൊരു ഗുണമാണ് അവന് കിട്ടുന്നത്. അപ്പോൾ സംഗീതം ചെയ്യുന്ന വലിയൊരു കാര്യം കൂടിയാണ് അത്. അതായത് സമൂഹത്തിൽ നല്ല സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികളെ വാർത്തെടുക്കുക കൂടി ചെയ്യുകയാണ്. സർ, അപ്പോൾ ഇന്ന് അനേകം വിദ്യാർത്ഥികൾക്ക് സംഗീതത്തിൽ താല്പര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഗീതത്തിന് തന്നെ പ്രധാന വിഷയമായി എടുത്ത് പിന്നീട് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ വലിയൊരു മേഖലയാണ്. നമ്മൾ ആളുകൾ ഇങ്ങനെ സംഗീതത്തെ വളരെ എന്താ പറയുക അവജ്ഞയോടൊക്കെ കണ്ടിരുന്ന കാലം പോയി ഇപ്പോൾ. കാരണം നമ്മുടെ മുമ്പിൽ റഹ്മാനും ഇളയരാജയൊക്കെ ഇങ്ങനെ മെതുക്കുക. കാരണം അവർ ഇന്ത്യയുടെ സംഗീതത്തിൻ്റെ പേര് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി ഓസ്കാർ വരെ നേടിയിട്ടുള്ള ഇന്ത്യക്കാരാണ് നമ്മൾ. അതുകൊണ്ട് സംഗീതത്തെ മാറ്റി നിർത്തേണ്ട വിഷയമല്ല. തീർച്ചയായും അതിന് ഗൗരവത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊരു കലയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മളൊരു കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അതിൽ നമുക്കൊരു ബേസിക് സ്കിൽ ആവശ്യമാണ്, ഒരു ടേസ്റ്റ് ആവശ്യമാണ്. എങ്കിൽ പോലും അതിന് വളരെയേറെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാഷനായി ഇതിനെ സ്വീകരിച്ചാൽ തീർച്ചയായും സക്സസ് ആവാവുന്ന ഒരു മേഖലയാണിത്. ഒരുപാട് ജോലി സാധ്യതയുള്ള മേഖല കൂടിയാണ്. സർ, അപ്പോൾ സംഗീതം തന്നെ പ്രധാന പഠനവിഷയമായി എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം ജോലി സാധ്യതകളാണ് പിന്നീട് ഉണ്ടാവുക? ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ മ്യൂസിക്കിനെത്തുന്ന എനിക്കൊന്ന് ഞാൻ പറഞ്ഞ ഒരു 2-3 ഒക്കെ ആയിട്ട് തിരിക്കുക. അപ്പോൾ വോക്കൽ മ്യൂസിക്, വായ്പാട്ട് പാടുന്നവരുണ്ട്, അത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നവർ, അതിൽ തന്നെ പെർക്യൂഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് സംഗീതത്തെ ഇങ്ങനെ ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് അത് ഗൗരവത്തോടെ പഠിച്ചു വന്നാൽ നിരവധിയായിട്ടുള്ള തൊഴിൽ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ മ്യൂസിക് ടീച്ചർ ആവാം, സിംഗർ ആവാം, വോക്കലിസ്റ്റ് ആവാം, പിന്നെ മ്യൂസിക് ഡയറക്ഷൻ. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ അതിൻ്റെ മ്യൂസിക് ഇല്ലാതെ ഒന്ന് കണ്ടു നോക്കി ഇല്ല സങ്കല്പിക്കാൻ പറ്റും, അല്ലേ? അതിന് ഇമോഷൻസ് നമ്മളിലേക്ക് പകരുന്നത് തീർച്ചയായും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാം, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാം, ഓഡിയോ എൻജിനീയറിങ്, പിന്നെ എനിക്ക് തോന്നുന്നു മ്യൂസിക് ജേർണലിസം വരെയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റ് ഏതൊരു ജോലിയേക്കാളും
നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമ്മളിപ്പോൾ ഒരു പാട്ട് ചെയ്ത് സംഗീതം നിർവഹിച്ച് അത് ജനം മുഴുവൻ ഏറ്റുപാടി ലോകം മുഴുവൻ ഏറ്റുപാടും നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. അത് ശരിയാണ്. അതിലും ഉപരിയായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രതിഫലവും ഇപ്പം നമുക്കിപ്പോൾ ഓരോ പാട്ട് ചെയ്യുന്നതിനിപ്പോൾ ഓരോ മിസ്റ്റർമാർക്ക് ലഭിക്കുന്ന തുക, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് ആണെങ്കിലും മ്യൂസിക് ടീച്ചേഴ്സിനൊക്കെ വളരെ വലിയ ഒരു ആൾത്തി സ്കെയിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ വേതനത്തെ പറ്റിയോ അല്ലെങ്കിൽ പ്രശസ്തിയെ പറ്റിയോ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. വളരെ സുശക്തമായിട്ടുള്ള ഒരു മേഖലയാണ് സംഗീതം. നമ്മുടെ കഴിവും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേറെ പേരെടുക്കാനും അല്ലെങ്കിൽ ഏറെ നമുക്ക് സമ്പാദിക്കാനും വരെ സഹായിക്കുന്ന മേഖലയാണ് സംഗീതം. ധൈര്യമായി മുന്നോട്ട് പോകാം. ഓക്കെ സർ, സംഗീതത്തെ തന്നെ പ്രധാന വിഷയമായി എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നീട് ബിരുദമൊക്കെ നേടാൻ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതെല്ലാമാണ് സർ ഇപ്പോൾ നിലവിലുള്ളത്? ഒട്ടനവധിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ 3 സംഗീത കോളേജുകളുണ്ട്. RLV 3 അതിൽ ഏറെ ഉണ്ട് കേട്ടോ. RLV കോളേജ് തൃപ്പൂണിത്തുറ, ചെമ്പൈ മ്യൂസിക് കോളേജ് പാലക്കാട്, ട്രിവാൻഡ്രം സ്വാതന്ത്ര്യനാൾ കോളേജ്, പിന്നെ SRV തൃശ്ശൂർ. കൂടാതെ നമ്മുടെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ബിരുദാനന്തര സംഗീത കോഴ്സുകളുണ്ട്, ഗൗരവത്തോടെ പഠിക്കാവുന്നു. പിന്നെ നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റി, മദ്രാസ് ബേസിക് അക്കാഡമി, ഗുൽബർഗ് യൂണിവേഴ്സിറ്റി, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ എനിക്ക് തോന്നുന്നു കലകളിലെല്ലാം തന്നെ ഡ്രാമ, ഡാൻസ്, മ്യൂസിക് എല്ലാം പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. വളരെ നല്ല യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇൻ്റർനാഷണൽ ലെവൽ ലണ്ടൻ ആസ്ഥാനമായിട്ട് 2 കോളേജിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെല്ലാം തന്നെ അവരുടെ എക്സാമിനേഷൻ സെൻ്ററുകളുണ്ട്. ലൈക്ക് ട്രിനിറ്റി മ്യൂസിക് കോളേജ്, റോയൽ കോളേജ്, ഇവരെല്ലാം എനിക്ക് തോന്നുന്നു പിയാനോയിലെല്ലാം ഏത് വെസ്റ്റേൺ മ്യൂസിക്കിൽ പോലും എല്ലാ കോഴ്സുകളും അവരുണ്ട്. നമുക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. സംഗീതത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരുപാട് മേഖലകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സംഗീത മേഖല തുറന്നു പോകാൻ എന്തുകൊണ്ടും പോകാവുന്ന ഒരു മേഖലയാണ്. ഗോ ഹെഡ്. ഓക്കെ സർ, നമ്മൾ ഇതുവരെ സംസാരിച്ചപ്പോഴാണ് സംഗീതത്തിൽ ഇത്രയധികം സാധ്യതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് സർ. അപ്പോൾ ഇത്ര വിലയേറിയ ഈ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചതിന് വളരെ നന്ദിയുണ്ട് സർ. അപ്പോൾ തീർച്ചയായും സംഗീതത്തെ നമ്മുടെ മാറോട് ചേർക്കാവുന്ന വിഷയമാണ്. ഗോ ഹെഡ്. നന്ദി. താങ്ക് യു.